വെൽക്കം ടു ടീൻസ് കിച്ചൺ സീക്രട്സ്. നമുക്കിന്ന് നല്ലൊരു ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാവേ. ഈസ്റ്ററൊക്കെ അല്ലേ വരുന്നത്, അപ്പം എല്ലാവരും വീട്ടിൽ അപ്പവും ചിക്കൻ സ്റ്റൂ അല്ലെ മട്ടൺ സ്റ്റൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമല്ലോ. അപ്പം ഇന്ന് നമുക്കൊരു നല്ല ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്റ്റൂ ആയത് കിട്ടും. അപ്പോൾ ഇതിന് ഞാനിപ്പം 1/2 കിലോ ചിക്കൻ എടുത്തേക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള ബാക്കി കാര്യങ്ങൾ, ഒരു വലിയൊരു പൊട്ടറ്റോ, ചെറുതാണെങ്കിൽ 2 എണ്ണം എടുത്തോണേ. ഇത് വലുതായതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം എടുക്കുന്നത്. പിന്നെ നല്ലൊരു പീസ് ഇഞ്ചി ഇച്ചിരി വലുത് വേണം. ഈ ഇഞ്ചിയുടെ ഒരു ഫ്ലേവർ വരുമ്പം ഈ സ്റ്റൂവിന് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഒരു 4 എരിവുള്ള പച്ചമുളക് 4 എണ്ണം, ഒരു സവോള, അധികം സവോള വേണ്ട, കുറച്ച് അണ്ടിപ്പരിപ്പ്, പിന്നെ 3 ഏലക്ക, ഒരു പട്ട, ഒരു 5-6 ഗ്രാമ്പു, 1 ടീസ്പൂൺ പൊടിക്കാത്ത കുരുമുളകാണിതേ. ഇതിനകത്ത് നമ്മൾ പൊടിച്ച കുരുമുളക് ഇതിൻ്റെ കൂടെ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇടത്തില്ല കേട്ടോ. ഇങ്ങനെ മുഴുവനേ ഉള്ള ആ കുരുമുളക് ഇടുന്നത്. പിന്നെ ഈ അണ്ടിപ്പരിപ്പ് നമ്മളെന്താ ചെയ്യുന്നതെന്നറിയോ, മിക്സിയുടെ ചെറിയ ബൗളിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ഒന്ന് കറക്കുമ്പോൾ തന്നെ അതങ്ങ് നല്ല ഫൈൻ ആയിട്ട് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുവേ. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചിട്ട് ഒന്നും കൂടെ അരച്ചെടുക്കും. അത് നമ്മൾ ഈ സ്റ്റൂവിനകത്ത് ഒഴിക്കുമ്പോൾ ആ ഗ്രേവി നല്ല തിക്ക് ഗ്രേവിയും ആവും. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ല രുചിയാണ് കേട്ടോ. തേങ്ങയുടെ 1-ാം പാല് ഇത് നമ്മൾ ചിക്കനൊക്കെ വെന്ത് കഴിയുമ്പോൾ ഒഴിക്കാനുള്ളതാണ്. ഇത് 2-ാം പാലും 3-ാം പാലും കൂടെ. ഇത് നമ്മൾ ചിക്കൻ കുക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് ഒഴിച്ച്, ഈ 2-ാം പാലും 3-ാം പാലും ഒഴിച്ചാണ് നമ്മൾ ചിക്കൻ കുക്ക് ചെയ്യുന്നത് കേട്ടോ. സവാള ഇങ്ങനെ 2ആയിട്ട് കീറിയിട്ട് ഇതിൻ്റെ ഇതങ്ങ് മാറ്റിയേക്കണേ. എന്നിട്ട് ഇങ്ങനെ ഒരുപാട് കനം കുറയ്ക്കണ്ട. ഇത് നമ്മൾ വഴറ്റി ചിക്കൻ്റെ കൂടെ ഇട്ടങ്ങ് കുക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതങ്ങ് നന്നായിട്ടങ്ങ് വെന്ത് വന്നോളൂ. ഒരുപാട് കനം കുറയ്ക്കേണ്ട. അത് കാരണം കഴിഞ്ഞ ദിവസം ഞാൻ പാലപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും ഈ ചിക്കൻ സ്റ്റൂവും കൂടെ ഉണ്ടല്ലോ, അടിപൊളി ടേസ്റ്റ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. പിള്ളേർക്ക് പോലും നമുക്കിത് കൊടുക്കാം. കാര്യം എന്താണെന്ന് വെച്ചാൽ അധികം എരിവില്ല, എന്നാൽ ആ ഒരു പച്ചമുളകിൻ്റെ ടേസ്റ്റ് വരും കേട്ടോ. ഈ പൊട്ടറ്റോ ആണെങ്കിലും നമ്മൾ ചിക്കനകത്ത് ഇട്ട് കഴിഞ്ഞ് ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് പൊട്ടറ്റോ ഒന്ന് ഉടച്ചു കൊടുക്കണേ. നല്ലൊരു തിക്ക് ഗ്രേവി കിട്ടും അന്നേരം. എല്ലാം ഉടയ്ക്കരുത്, ഒരു കുറച്ച് ഇതുപോലെ എരിഞ്ഞാൽ മതി. ഇഞ്ചി ഇതാ നമ്മൾ ഇതേപോലെ ആദ്യം അരിയണം. ഇതേപോലെ അരിഞ്ഞിട്ട് ഇങ്ങനെ നീളത്തിൽ തന്നെ അരിയണം. ഇത് ചില കറികൾക്കൊക്കെ നമ്മൾ ഇത് ചതച്ചിടുക ഇഞ്ചി, അപ്പം നല്ലൊരു ഫ്ലേവർ ഇറങ്ങും. പക്ഷേ ഈ ഒരു സ്റ്റൂവിന് നമ്മൾ ഇതേപോലെ വേണം അരിയാൻ, ചതച്ചൊന്നും ഇടരുത്. പച്ചമുളക് നമ്മളിതാ ഇങ്ങനെ കീറി അങ്ങിട്ടാൽ മതി, 2ആയിട്ട് കീറി അങ്ങിട്ടാൽ മതി. അരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് എങ്ങനെ കുക്ക് ചെയ്യുന്നതെന്ന് നോക്കാവേ. ഞാനൊരു കുക്കറിലാണ് ഈ സ്റ്റൂ ഉണ്ടാക്കുന്നത്. കുക്കറാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്ത് കിട്ടാം, അല്ലെങ്കിൽ അരമണിക്കൂറോളം നമ്മൾ വെയിറ്റ് ചെയ്യണ്ടേ. ഇവിടെ ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ പട്ട, ഏലക്ക, ഗ്രാമ്പു, ഈ കുരുമുളക് ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ചൂടാകണം. ഈ എണ്ണയ്ക്കകത്ത് കിടന്നൊന്ന് ഫ്രൈ ആകുമ്പോഴത്തേന് അതിൻ്റെ ആ ഒരു മണം വരുവേ. കണ്ടോ, ഇത് ആ കുരുമുളകൊക്കെ ചെറുതായിട്ട് പൊട്ടി തുടങ്ങും. ആ ഏലക്കായും കുരുമുളകും എല്ലാം കൂടെ അതിൻ്റെ ആ ഫ്ലേവർ ശരിക്കും അതിലേക്ക് ആ എണ്ണയിലേക്ക് വരണം. കുരുമുളകിൻ്റെ ആ ഒരു പച്ച മണവും എല്ലാം ഒന്ന് മാറിക്കിട്ടും ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്യുമ്പോഴേ. അതിനുശേഷം ഈ ഇഞ്ചി, പച്ചമുളക്, സവോള ഇത് 3 കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി കേട്ടോ. അല്ലാതെ വേറെ ബ്രൗൺ കളറൊന്നും ആകുകയൊന്നും വേണ്ട. ഈ സവോള ഇട്ട് 1 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ആ പൊട്ടറ്റോയും കൂടെ ഇട്ട് കൊടുക്കണേ. അപ്പോൾ അതും കൂടെ കിടന്ന് ഇതിനകത്തൊന്ന് ഫ്രൈ ആകും. അല്ലാതെ നമുക്കിപ്പോൾ ഒരു കടായിലോ അല്ലെങ്കിൽ ഒരു ചീനച്ചട്ടിയിലോ ഒക്കെ ചെയ്യണമെങ്കിൽ ചെയ്യുക, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിന് കുറേ കൂടെ ടൈം എടുക്കും. അതുകൊണ്ടാണ് ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു 2 വിസിൽ 3 വിസിൽ കഴിയുമ്പോൾ ഇതങ്ങ് റെഡിയാവും. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് നമുക്കൊരു 2 മിനിറ്റ് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ ഈ ചിക്കനും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുവേ. ചിക്കനും കൂടി ഈ ഒരു എണ്ണയിൽ കിടന്നൊന്ന് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയേക്കണേ. ഫ്ലെയിം നമ്മൾ കൂട്ടിയാണ് കൊടുത്തേക്കുന്നത്.
സിമ്മിലല്ല വെച്ചേക്കുന്നത്, കൂട്ടി വെച്ചേക്കുക. ആ കാഷ്യൂനട്ട് ഇല്ലേ, ഞാൻ ഇതുപോലെ മിക്സിയുടെ ആ ചെറിയ ബൗളിലിട്ട് ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് ശരിക്കും പേസ്റ്റ് പോലെ അങ്ങ് അരച്ചെടുക്കണം. ആദ്യം ഇങ്ങനെ ഒന്ന് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് അരഞ്ഞ് കിട്ടാൻ ഭയങ്കര എളുപ്പമാണ്. ഇനി നമുക്ക് ഈ 2ാം പാലും 3ാം പാലും കൂടെ ഉള്ളത് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തേക്കണേ. ഈ 2ാം പാലിലും 3ാം പാലിലും കിടന്ന് വേണം ഇത് ഈ ചിക്കൻ വെന്ത് കിട്ടാനേ. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 2-3 വിസിൽ. ഇതിപ്പം ചിക്കൻ ഇച്ചിരി തീരെ ഇളന്നതാണെങ്കിൽ 2 വിസിൽ മതി. അല്ല, കുറച്ച് മൂത്ത കോഴിയാണ്, ഒരു 3 വിസിൽ എടുക്കണേ. നമുക്ക് അടച്ചു വെക്കാം. ഞാനിപ്പോൾ ഈ ചിക്കൻ ഇതിനകത്ത് ഇട്ടിട്ട് ഒരു 3 വിസിൽ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. കണ്ടോ, ചിക്കനും പൊട്ടറ്റോ ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ പൊട്ടറ്റോ ഈ സമയത്തുണ്ടല്ലോ ഒരു കുറച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണേ. മൊത്തം ഉടയ്ക്കണ്ട, കുറച്ച്. അപ്പോൾ ആ ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് വരും കേട്ടോ. ഈ പൊട്ടറ്റോയും കൂടെ ഒക്കെ ഇങ്ങനെ ഉടച്ചു കൊടുക്കുമ്പോഴേ. നമ്മളല്ലാതെ ഗ്രേവി തിക്കാകാൻ വേണ്ടി വേറെ അഡീഷണൽ സാധനങ്ങൾ, അതായത് നമ്മൾ ആ കാഷ്യൂനട്ട് അരച്ച് ചേർക്കും. അത് അതിൻ്റെ ടേസ്റ്റും ഗുണവും, അത് നമുക്ക് ഹെൽത്തിനൊന്നും ഒരു കുഴപ്പമില്ല, അണ്ടിപ്പരിപ്പ് കഴിക്കുന്നുണ്ടേ. അതല്ലാതെ ഈ പൊട്ടറ്റോ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ നല്ല തിക്ക് ഗ്രേവി ആയിട്ടും കൂടെ വരും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ഞാൻ ആ മിക്സിയുടെ ജാറിൽ പൊടിച്ച് വെച്ചിരുന്ന കാഷ്യൂനട്ടാണിത്. ഇതിലേക്ക് ഞാൻ കുറച്ച് 1ാം പാൽ കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തേക്കുന്നതാണ്. അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മളെടുത്ത് വെച്ച 1ാം പാലില്ലേ, അതും കൂടെ ചേർക്കുവാണേ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഗ്യാസ് കത്തിക്കണേ. ഗ്യാസ് കത്തിച്ച് ഇത് നല്ല പോലെ ഒന്ന് ആവി വരണം, തിളക്കരുത്. ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുത്തേക്കണേ. നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് കിട്ടിയേക്കുന്നത്. ഇതൊന്ന് ചൂടായി വരുമ്പം കുറച്ചുകൂടെ തിക്കായിട്ട് വരും. അണ്ടിപ്പരിപ്പും എല്ലാം കൂടെ അങ്ങ് ചേർന്ന് കഴിയുമ്പോഴേ നന്നായിട്ടൊന്ന് ആവി വരുമ്പം ഓഫ് ചെയ്താൽ മതി. ഇത് കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. കാരണം നമ്മളിപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുമ്പോൾ ചിലർ പറയുമല്ലോ, എരിവ് അധികം രാവിലെ കഴിക്കാൻ പറ്റത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ് വയറിൽ എന്ന് പറയത്തില്ലേ. അങ്ങനെയുള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ കറിയായത് കേട്ടോ. നമ്മൾ അധികം എരിവ് ഒന്നും ചേർക്കുന്നില്ല. ആ കുരുമുളകിൻ്റെയും പച്ചമുളകിൻ്റെയും ഒക്കെ ആ ഒരു എരിവ് മാത്രമേ ഉള്ളൂ ഈ കറിക്ക്. പക്ഷെ ടേസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ആ ഇഞ്ചിയുടെ ഫ്ലേവറൊക്കെ അങ്ങോട്ട് ഇറങ്ങി. ആ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ നോക്കിക്കോണേ. കണ്ടോ, നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് കേട്ടോ. നല്ലൊരു സ്റ്റൂവാണ്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ഉണ്ടാക്കി നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയണേ. ഇനി നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങ് ഓഫ് ചെയ്തേക്കാം. തിളയ്ക്കാനുള്ള ഒരു ഇത് വരരുതേ, അതിനായിട്ടാണ് നമ്മൾ ഈ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നത്. ഇനി നമുക്കിതിനകത്ത് കടു പൊട്ടിച്ചിട്ടാൽ മതിയേ. നമ്മളിതുപോലൊരു കടായി എടുത്ത് വെച്ചിട്ട് നെയ്യാണ് നമ്മൾ ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ നെയ്യ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇത് നെയ്യിൽ കടുക് വറുക്കുന്ന അതിൻ്റെ ടേസ്റ്റ് കേട്ടോ, നല്ല ടേസ്റ്റാണ് അന്നേരം. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഞാൻ തന്നെ ഉണ്ടാക്കിയ നെയ്യ്. ഇനി ഇതിലേക്ക് ഒരു സ്വല്പ കടുക്, പിന്നെ ഇതിലേക്ക് വേണ്ടത് ചുവന്നുള്ളി അരിഞ്ഞതും കറിവേപ്പിലയുമാണ്. ഇനി ഉള്ളി ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഏറ്റവും ലാസ്റ്റ് ഇട്ടാൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ അതങ്ങ് വേറൊരു കളറായി പോവേ. ഒരു ലൈറ്റ് ബ്രൗൺ ആയി. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ടിട്ട് നമ്മൾ ഈ സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്തിട്ട് ഒരു സ്വല്പം പെരിഞ്ചീരകം പൊടിച്ചത്, ഒരു സ്വല്പം, പിന്നെ ഒരു സ്വല്പം കുരുമുളക് പൊടി, ചെറിയ സ്പൂണാണ് കേട്ടോ. ചെറിയ സ്പൂണിൽ ഒരു 1/4 ടീസ്പൂൺ വീതമേ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇത് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ ആ പൊടി ഇടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു കരിഞ്ഞ ഒരു ചുവ വരും കേട്ടോ. ഇനി ഇതിലേക്ക് ഈ ഉള്ളി
ഇട്ട് കൊടുക്കണം. ഉള്ളി ഒരുപാട് ബ്രൗൺ ആകില്ല കേട്ടോ, നമ്മൾ ഈ തോരനൊക്കെ ബ്രൗൺ ആക്കത്തില്ലേ, അതുപോലെ ആക്കരുത്. ഒരു ലൈറ്റ് ബ്രൗൺ അത്രേ ആകാവുള്ളൂ. ഇതിൻ്റെ ആ ഒരു ഗ്രേവി ഉണ്ടല്ലോ, ഒരു സ്വല്പം ഇതിനകത്തോട്ടൊന്ന് ഒഴിച്ചിട്ട് ഇങ്ങനെയും കൂടെ അങ്ങ് ചെയ്താൽ ആ ഫുള്ള് നെയ്യ് ഇതിനകത്ത് വരുവേ. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ചു വെക്കുക. എന്നാ നല്ല മണമെന്നറിയാം, ഇപ്പം അടിപൊളി മണമാണ്, നമുക്ക് അപ്പമൊക്കെ കഴിക്കാൻ തോന്നും. ഇനി ഞാൻ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു ബൗളിലാക്കി കാണിക്കാവേ. നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു നല്ലൊരു മണമാണ്, നമുക്ക് ഫുഡ് കഴിക്കാൻ തോന്നുന്ന ഒരു മണമുണ്ടല്ലോ. അല്ല അപ്പമൊക്കെ ഇപ്പം അങ്ങോട്ട് കിട്ടിയാൽ കഴിക്കാമെന്ന് തോന്നുന്നത് അതുപോലത്തെ ഒരു മണമാണ് കേട്ടോ. ഇത് കള്ളപ്പം, പാലപ്പം, പിന്നെ ഇടിയപ്പം, പത്തിരി, ഇതിൻ്റെയൊക്കെ കൂടെ വളരെ നന്നായിട്ട് പോകുന്ന ഒരു സ്റ്റൂ ആണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഈസ്റ്ററൊക്കെ അല്ലേ വരുന്നത്, ഈസ്റ്ററിനൊന്ന് രാവിലെ നല്ല കള്ളപ്പോ പാലപ്പോ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇതും കൂടെ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഹാപ്പി ആയിരിക്കും കേട്ടോ. എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.